ഹലോ എവരി വൺ, വെൽക്കം ടു Aarohanamz. നമുക്കിന്ന് നല്ല അടിപൊളി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റിയായ ഒരു ചിക്കൻ മന്തി ഉണ്ടാക്കിയാലോ. കുക്കിങ്ങിൽ അത്ര എക്സ്പേർട്ട് അല്ലാത്തവർക്ക് പോലും നല്ല അടിപൊളിയായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റോടുകൂടി ഒരു പ്രാവശ്യം നിങ്ങളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്നത് നിർത്തും. അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാം. ബൗളിലേക്ക് 1.5 സ്പൂൺ ചെറിയ ജീരകം ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുവാണ്. എരിവിനായിട്ട് കുരുമുളക് പൊടിച്ചത് 1.25 സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് 3 ചിക്കൻ സ്റ്റോക്കാണ് വേണ്ടത്. മാഗിയുടെ ക്യൂബ്സ് ആണ് വേണ്ടത്. 2 എണ്ണം ഞാൻ ഇതിലും 1 എണ്ണം ഞാൻ റൈസിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ അതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഞാനിപ്പോൾ ഇതിൽ പറയുന്ന അതേ മെഷർമെൻറ്റ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മന്തി ഉണ്ടാക്കി കഴിയുമ്പോൾ ആ ചിക്കന് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മതി. നമ്മൾ ആ ചിക്കനിൽ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഓയിലാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇത് മാഗിയുടെ ക്യൂബ്സ് ചിലപ്പോൾ അത് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷമാണ് നല്ലോണം അലിയുക. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നമ്മളത് ചിക്കൻ വേവിക്കുന്ന സമയത്ത് നല്ലോണം മെൽറ്റ് ആയിക്കോളൂ കേട്ടോ. നമുക്കിനി അത് ചിക്കനിലേക്ക് മാറ്റാം. ഓൾറെഡി അറിയാലോ, ചിക്കൻ സ്റ്റോക്കിൽ നല്ല ഉപ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ഇനി ഉപ്പ് ആഡ് ചെയ്യണ്ട. അതുപോലെ തന്നെ ചിക്കൻ മിക്സ് ചെയ്യുന്ന സമയത്ത് മസാലയൊക്കെ എല്ലായിടത്തേക്കും ആക്കാൻ ശ്രമിക്കണം. അതുപോലെ ഒരു ഫോർക്കോ ഒരു നൈഫോ യൂസ് ചെയ്തിട്ട് ഇതുപോലെ കുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഉപ്പും എരിവൊക്കെ നല്ലോണം പിടിക്കും. അപ്പോൾ പിന്നെ നമ്മൾ ഒരുപാട് സമയം മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടി വരില്ല. ഒരു 20 മിനിറ്റൊക്കെ വെച്ച് കഴിഞ്ഞാലും അതിനുള്ളിൽ നല്ലോണം മസാല പിടിച്ചിട്ടുണ്ടാവും. ഞാനിവിടെ കുറച്ച് കളർ യൂസ് ചെയ്യുന്നുണ്ട്. കളർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, അത് യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. യൂസ് ചെയ്യാതെ ചെയ്യുന്നതാണ് നല്ലത്. ഇതിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രം ഞാനിവിടെ കുറച്ച് കളർ യൂസ് ചെയ്യണം. അപ്പോൾ ഫോട്ടോയിലൊക്കെ അല്ലെങ്കിൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല, അതിന് വേണ്ടിയിട്ട് ഞാനും നോർമലി കളറൊന്നും ഇവിടെ യൂസ് ചെയ്യലില്ല കേട്ടോ. നമുക്കിനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് എടുത്ത് വെക്കാം ഒരു 20 മിനിറ്റ്. അപ്പോഴേക്കും നമുക്ക് റൈസ് എടുത്തിട്ട് സോക്ക് ചെയ്യാൻ വെക്കാം. റൈസ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇതുപോലുള്ള റൈസ് ആണെന്നുണ്ടെങ്കിൽ ഇതൊരു 1 അവറെങ്കിലും സോക്ക് ചെയ്യേണ്ടി വരും. അതല്ല വൈറ്റ് കളർ ആണെന്നുണ്ടെങ്കിൽ അതൊരു 20 മിനിറ്റ്സ് സോക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ പൊട്ടിപ്പോകും അരി. ഞാനിവിടെ ഒരു 3.5 ഗ്ലാസ് അരിയാണ് യൂസ് ചെയ്തത്. നല്ലോണം കഴുകി അത് കുതിരാൻ വെക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിൽ ഓൾറെഡി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ സെപ്പറേറ്റ് എണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഓൾറെഡി അതിൽ മാരിനേറ്റ് ചെയ്തപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാത്രത്തിലേക്ക് ഇതുപോലെ നല്ല സ്പേസ് കുത്തി നിറച്ചിടാതെ സ്പേസ് ആയിട്ട് ഇങ്ങനെ ഒതുക്കി വെക്കുന്ന പോലെ ചിക്കൻ വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലേക്ക് ആ ഉണ്ടായിരുന്ന മസാലയുടെ ബാക്കിയും ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ചെറിയൊരു സവാളയും കുറച്ച് മല്ലിയിലയും കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും അതിലേക്ക് ഇട്ടു അടച്ചു വെക്കുവാണ്. കാരണം ഈ മല്ലിയിലയും സവാളയൊക്കെ നല്ലോണം അതിനൊരു വേറൊരു ഡിഫറെൻറ്റ് ഫ്ലേവറും അതിനൊരു സ്മെല്ലൊക്കെ നൽകാൻ വേണ്ടിയിട്ടാണ്. ഇനി അതൊരു ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. കണ്ടോ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അതിനുള്ളിൽ നല്ല ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആ വെള്ളം കുറച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ലാസ്റ്റ് നമ്മൾ ചോറ് ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാൻ നല്ലതായിരിക്കും. ഇനി നമുക്കതെല്ലാം ഒന്ന് മറച്ചിടാം കേട്ടോ. ഒരുപാട് ഇങ്ങനെ മൊരിയണ്ട, അതിൻ്റെ ആ ഉള്ളിൽ നല്ലോണം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളതൊന്ന് തിരിച്ച് ഇട്ടിട്ട് ഇനി അത് കുറച്ച് നേരം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം കൂടെ ഇനി അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇതൊരു സൈഡിൽ വേവുമ്പോഴേക്കും നമുക്ക് റൈസ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കറുകപ്പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, ഡ്രൈ ലെമൺ, ബേ ലീവ്സ്, പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചൊരു ചിക്കൻ സ്റ്റോക്കില്ലേ, അതും ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും, ഞാൻ ഒരുപാട് ഉപ്പ് ആഡ് ചെയ്യുന്നില്ല, കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് ആ ചോറൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഒരു പൊടിക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഞാനതൊന്ന് മിക്സ് ചെയ്തൊന്ന് ചൂടാക്കുവാണ്. നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അതൊന്ന് തിളക്കട്ടെ. ഒരുപാട് തിളച്ച് പൊട്ടിപ്പോകരുത്, കാരണം നമുക്കിനി ദം ഇടാനുള്ളതാണ്. ഈ ഒരു പരിവാകുമ്പോൾ നമുക്കത് ഓഫ് ചെയ്ത് വാർത്ത് വെക്കാം. നമുക്കിനി ചിക്കൻ ഒന്ന് നോക്കാം. അപ്പോഴേക്കും ചിക്കൻ ആയിട്ടുണ്ട് നല്ലോണം. നമുക്കിനി അതിലേക്ക് ഒരു പിടി കുരുമുളക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നല്ലോണം വാഷ് ചെയ്തിട്ട് ചേർക്കണം കേട്ടോ കുരുമുളക്. കാരണം അത് ദമ്മിടുന്ന സമയത്ത് ആ കുരുമുളക് ഇരുന്ന് നല്ല ഡ്രൈ ആയിക്കോളും, അതിന് വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് ചോറ് ഇടുന്ന സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് ഒന്നിച്ചങ്ങോട്ട് ഇടരുത്, ഇങ്ങനെ വെതറി തന്നെ ഇടണം കേട്ടോ. കാരണം അത് എല്ലായിടത്തേക്കും അതിൻ്റെ സ്മെല്ലും എല്ലാവരും പിടിക്കണം, അതിൻ്റെ ടേസ്റ്റും വരണം. അപ്പോൾ കുത്തി നിറച്ചിടരുത്, നമ്മളിങ്ങനെ 1 by 1 വിടർത്തി തന്നെ ഇടാൻ ശ്രമിക്കണം. എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക.
ഉടയരുത്, ചോറ് മുറിയരുത്, സ്ലോലി തന്നെ ചെയ്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ചേർത്തിട്ട് ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുവാണ്. അത് ചോറിനൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു 5-6 പച്ചമുളക് എടുത്തിട്ട് കുത്തി വെക്കാം. നമുക്ക് എരിവ് വേണമെങ്കിൽ അത് കൂട്ടി കഴിക്കാം, അല്ലെങ്കിൽ എടുത്ത് കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ചോറിന് ആ പച്ചമുളകിൻ്റെ നല്ലൊരു മണം വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് അതിലേക്ക് ആ റൈസിൻ്റെ ആ ഹോട്ടലിൽ നിന്ന് മേടിക്കുന്ന ആ റിയൽ സ്മോക്കി സ്മെല്ല് വേണമെങ്കിൽ, കുഴിമന്തിയുടെ സ്മെല്ല് വേണമെങ്കിൽ അതിലേക്ക് നമുക്കൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് 2 ചാർക്കോൾ വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഓയിൽ അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. ചാർക്കോൾ കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ തീക്കനലോ ചിരട്ടയുടെ കനലോ വെച്ചാലും മതി. നമുക്ക് ആ സ്മോക്ക് അതിൽ വെച്ചതിന് ശേഷം നമുക്കൊരു സിൽവർ ഫോയിൽ കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ മൂടി കൊണ്ടായാലും കുഴപ്പമില്ല, നല്ലോണം ഒന്ന് കവർ ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് 10 മിനിറ്റ് നമുക്ക് ദമ്മിടാം. അപ്പോൾ ഇത് പാത്രത്തിൻ്റെ അടി നല്ല കട്ടിയുള്ളതാണെങ്കിൽ കുഴപ്പമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ദോശച്ചട്ടിയോ ദോശക്കല്ലോ അങ്ങനെ താഴെ വെച്ചിട്ട് അതിൻ്റെ മേലെ വേണം ഈ പാത്രം വെച്ചിട്ട് ദമ്മിടാൻ. അല്ലെങ്കിൽ ആ ചിക്കനൊക്കെ ആയൊരു ഭയങ്കര ബലമായി പോവുക, സോഫ്റ്റ്നെസ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ഇതൊന്നും ദമ്മ് തുറക്കുവാണ്. നല്ലൊരു റിയൽ സ്മെല്ല്, ആ കുഴിമന്തിയുടെ റിയൽ സ്മെല്ലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കതൊന്നും എടുത്ത് മാറ്റാം. എന്നിട്ട് ഈ റൈസ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സൂക്ഷിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉടയ്ക്കരുത് കേട്ടോ. ഞാൻ മുന്നും പറഞ്ഞു, ഉടഞ്ഞു പോകരുത് റൈസ്. പതിയെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, ഈ ഒരു പരുവത്തിൽ നമുക്ക് ശരിക്കും കിട്ടണം. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മഞ്ഞ റൈസ് അവിടെ കൂടെ ആയിട്ടുണ്ടാവും. താഴെയുള്ള ചിക്കൻ്റെ റെഡ് കളറ് പലയിടത്തേക്കും കുറച്ച് റൈസിലേക്കെങ്കിലും പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് കാണാനും നല്ല ഭംഗിയായിരിക്കും. ഇനി ഞാനൊന്ന് ഉടയ്ക്കാണ്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കട്ടെ കേട്ടോ. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ഗസ്റ്റ് വരുമ്പോഴല്ല, നമുക്ക് അല്ലെങ്കിൽ ഉണ്ടാക്കി കഴിക്കാം. ഗസ്റ്റ് വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഒരുപാട് സമയം ഉണ്ടാക്കാൻ എടുക്കത്തില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിതിൻ്റെ ഒരു ബെനിഫിറ്റ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. അതുപോലെ തന്നെ മന്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ 2 ടൈപ്പ് ചട്നിയും ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റെസിപ്പി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വീക്കെൻഡ് കുഴിമന്തി ഉണ്ടാക്കാം നമുക്ക്. അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.